أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد أوحي إليك وإلى الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين بل الله فاعبد وكن من الشاكرين وما قدروا الله حق قدره والأرض جميعا قبضته يوم القيامة والسماوات مطويات بيمينه سبحانه وتعالى عما يشركون. ونفخ في الصور فصعق من في السماوات ومن في الأرض إلا من شاء الله ثم نفخ فيه أخرى فإذا هم قيام ينظرون. وأشرقت الأرض بنور ربها ووضع الكتاب وجيء بالنبيين والشهداء وقضي بينهم بالحق وهم لا يظلمون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد الفائزين برضا الله. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ചു യഥാർത്ഥ മുത്തഖീങ്ങളായി, മുഖ്ലിസുകളായി, മുഹ്സിനുകളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 39-ാം അധ്യായമായ സൂറത്തു സുമർ, അതിലെ 65 ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു. അതിന്റെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. സൂറത്തു സുമറിന്റെ തുടക്കം മുതൽ ഇതുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഗൗരവത്തോടെ നമ്മോട് ഉണർത്തിയിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിച്ചാൽ നിങ്ങൾ വേദനിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നിങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ഇന്ന് നിങ്ങളെ വഴിതെറ്റിക്കുവാൻ, നരകത്തിലേക്ക് എത്തിക്കുവാൻ, ഷിർക്ക് ചെയ്യുവാൻ പലതും പറഞ്ഞുകൊണ്ട് പ്രേരണകൾ നൽകും. അതിനവർ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളും ഹദീസുകളും ഒക്കെ ദുർവ്യാഖ്യാനിക്കും. പക്ഷേ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് അവരെ അനുസരിച്ചാൽ. പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായാൽ നിങ്ങൾക്ക് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകും എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി. അവർ ഏറെ വിജയിക്കുന്നവരാകും, അവർക്ക് സ്വർഗമുണ്ടാകും, അവർക്ക് സന്തോഷവാർത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ട് 65-ാമത്തെ ആയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലയുടെ ഗൗരവം അല്ലാഹു പഠിപ്പിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലക്ക് എതിരായി അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത്, ഭയാനകരമായ ഭവിഷ്യത്ത്, താങ്ങാൻ കഴിയാത്ത പ്രയാസം അല്ലാഹു 65-ാമത്തെ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. وَلَقَدْ أُوحِيَ إِلَيْكَ وَإِلَى الَّذِينَ مِنْ قَبْلِكَ لَئِنْ أَشْرَكْتَ لَيَحْبَطَنَّ عَمَلُكَ وَلَتَكُونَنَّ مِنَ الْخَاسِرِينَ. അല്ലാഹു പറയുന്നത് വലഖദ് ഊഹിയ, തീർച്ചയായും നാം വഹ്യ നൽകിയിട്ടുണ്ട്, തീർച്ചയായും ദിവ്യബോധനം നൽകിയിട്ടുണ്ട്. ഇലൈക, അള്ളാഹുവിന്റെ റസൂലെ, നിനക്ക് നാം വഹ്യ നൽകിയിട്ടുണ്ട്. നിനക്ക് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറയാ, നിനക്ക് നാം വഹ്യ നൽകിയിട്ടുണ്ട്. വഇലല്ലദീന, ഒരു വിഭാഗത്തിനും മിൻ ഖബലിക, നിനക്കും നിന്റെ മുമ്പുള്ളവരിലേക്കും നാം വഹ്യ നൽകിയിട്ടുണ്ട്. എന്താണ് ആ വഹ്യ? എന്താണ് ആ സന്ദേശം? ലഇൻ അശ്റക്ത, നീ ശിർക്ക് ചെയ്താൽ. ആരോടാ പറയുന്നത്? അള്ളാന്റെ റസൂലിനോട്. അല്ലാഹു പറയുന്നത് അള്ളാന്റെ റസൂലിനോട് പറയാ, നീ ശിർക്ക് ചെയ്താൽ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടതിന് പകരം അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുന്ന, അവരോട് പ്രാർത്ഥിക്കുന്ന, അവരോട് സഹായം തേടുന്ന, അവർക്ക് നേർച്ച വഴിപാടുകൾ കൊടുക്കുന്ന ഷിർക്കിന്റെ ഏതെങ്കിലും ഒരു അംശമെങ്കിലും അള്ളാഹുവിന്റെ റസൂലെ അങ്ങയിൽ ഉണ്ടായാൽ, പ്രവാചകന്മാരിൽ ഷിർക്ക് വരികയില്ല, ഒരു തർക്കമില്ലല്ലോ. എന്നിട്ട് പോലും അള്ളാന്റെ റസൂലിനോട് പറയുന്നു, ലഇൻ അശ്റക്ത, നബിയെ അങ്ങയിൽ ഷിർക്ക് വന്നു പോയാൽ ലയഹ്ബതന്ന, പൊളിഞ്ഞു പോകും, നിഷ്ഫലമായി പോകും, അമലുക,
നിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ആ ഒരു ശിർക്കോടുകൂടെ പൊളിഞ്ഞ് പോകുന്നതാണ്. വലതകൂനന്ന, തീർച്ചയായും നീ ആവുകയും ചെയ്യും, മിനൽ ഖാസിരീൻ, നഷ്ടക്കാരിൽ പെടുകയും ചെയ്യും. ആരോട് പറയുന്നു? അള്ളാഹുവിന്റെ റസൂലിനോട് മാത്രമാണോ? അല്ല, മുഴുവൻ പ്രവാചകന്മാർക്കും ഈ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. ശിർക്ക് ചെയ്താൽ അവരുടെ എല്ലാ കർമ്മങ്ങളും പൊളിഞ്ഞു പോകുമെന്നും അവർ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന് അള്ളാഹുവിന്റെ റസൂലെ അങ്ങേക്ക് സന്ദേശം നൽകുന്നു. മുഴുവൻ പ്രവാചകന്മാർക്കും ഞാൻ ഈ ബോധനം നൽകിയിട്ടുണ്ട് എന്ന് അള്ളാഹു തആല പ്രവാചകന്മാരോട് പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര ഗൗരവത്തോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലയെ എത്രമാത്രം സൂക്ഷ്മതയോടുകൂടെ നാം കൊണ്ടു നടക്കണം. ശിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുവോ എന്ന ഒരു ഭയപ്പാട്, ഒരു ചിന്ത ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നല്ലേ അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. ഇതിന്റെ ഗൗരവം കൊണ്ടാണ് സൂറത്ത് സുമർ തുടക്കം മുതൽ ഇതുവരെയും അള്ളാഹനെ മാത്രം ആരാധിക്കുന്ന, അവനെ മാത്രം വിളിച്ചു തേടുന്ന, അവനോട് മാത്രം പ്രാർത്ഥനയാകേണ്ടുന്ന, എല്ലാം നിയന്ത്രിക്കുന്നത്, എല്ലാം പടച്ചത്, എല്ലാം കേൾക്കാൻ കഴിയുന്നത്, എല്ലാത്തിനും ഉത്തരം നൽകാൻ കഴിയുന്നത് മറ്റാരുമില്ല, അള്ളാഹു മാത്രമേ ഉള്ളൂ. ആ ഒരു തൗഹീദ് അത് നിങ്ങൾ ഉറപ്പിക്കണം. അങ്ങനെ ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് ശിർക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു പോയാൽ ഒന്നാമത്തെ ഗൗരവം അല്ലാഹു പറഞ്ഞത് ലാ യഹ്ബത്വന്ന അമലുക്, എല്ലാ കർമ്മങ്ങളും അതോടുകൂടെ പൊളിഞ്ഞു പോകുമെന്ന്. പിന്നെ നമ്മുടെ നിസ്കാരങ്ങൾ ഉണ്ടാവില്ല. നമ്മുടെ നിസ്കാരങ്ങളോ, നമ്മുടെ നോമ്പുകളോ, നമ്മുടെ ദാനധർമ്മങ്ങളോ, നാം ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എവിടെയെങ്കിലും ഒരു പുഴുക്കുത്ത് സംഭവിച്ചു പോയാൽ, അല്ലാത്ത മരിച്ചു പോയ ആളുകളോടുള്ള ഒരു തേട്ടം മതി നമ്മുടെ നിസ്കാരം നഷ്ടപ്പെടുവാൻ, നമ്മുടെ നോമ്പ് നഷ്ടപ്പെടാൻ, നമ്മുടെ ഖുർആൻ പാരായണം നഷ്ടപ്പെടാൻ. നാം ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ നന്മകളും അള്ളാഹു അല്ലാത്തവരോട് മൊഹിദ്ദീൻ ഷേഖെ എന്നെ കാക്കണേ, മമ്പറത്തെ തങ്ങളെ എനിക്കൊരു കുട്ടിയെ നൽകണേ, എന്റെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയത് അങ്ങ് തിരിച്ചു നൽകണേ, എനിക്ക് ഹിദായത്ത് നൽകണേ, എനിക്ക് സ്വർഗം നൽകണേ, എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ഇങ്ങനെ മരിച്ചുപോയ അമ്പിയാക്കളോട്, ഔലിയാക്കളോട്, ബീവിമാരോട്, പേരറിയുന്നതും ഊരറിയുന്നതും അല്ലാത്തവരുമായ ആളുകളോട് ജാറങ്ങളിൽ ചെന്നുകൊണ്ട് തേടുന്ന ഒരൊറ്റ സാഹചര്യം ഉണ്ടായാൽ മതി. പ്രിയപ്പെട്ടവർ, എത്ര ഗൗരവമാ ഈ ഒരൊറ്റ തേട്ടം അള്ളാഹുവിനോട് നടത്തേണ്ട ഒരു പ്രാർത്ഥന നമ്മളല്ലാത്ത ആളുകളോട് നടത്തി ശിർക്ക് ചെയ്താൽ അള്ളയാ പറയണത്, നമ്മളല്ല മറ്റാരുമല്ല, അള്ളയാ പറയുന്നത് ലയഹ്ബത്വന അമലുക്, നിന്റെ എല്ലാ കർമ്മങ്ങളും അതോടുകൂടെ നിഷ്ഫലമായി പോകും. നിന്റെ നോമ്പ് കൊണ്ട് പിന്നെ കാര്യമുണ്ടാവില്ല. റമളാൻ മാസത്തിൽ അർദ്ധരാത്രിയിൽ പാതിരാക്കി എഴുന്നേറ്റ് റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ നാം ചെയ്യുന്ന സുജൂദുകളും, നമ്മുടെ റുകൂഉകളും, നമ്മുടെ നോമ്പും, നമ്മുടെ പട്ടിണിയും എല്ലാം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ എന്തുണ്ടാകണം? ഈമാൻ ഉണ്ടാകണം, ശിർക്ക് വരാതിരിക്കണം. അങ്ങനെ ശിർക്ക് വന്നിട്ട് ചെയ്യുന്ന ഒരാളുടെ ഒരു കർമ്മവും അല്ലാഹു തആല സ്വീകരിക്കുകയില്ലെന്നും വലതകൂനന്ന മിനൽ ഖാസിരീൻ, അവർ ഏറ്റവും വലിയ നഷ്ടക്കാരിൽപ്പെട്ടവനാകുമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. അവന്റെ ആ കർമ്മങ്ങളൊന്നും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അല്ലാഹു തആല നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ഇതിന്റെ ഗൗരവം നാം മനസ്സിലാക്കണം. പ്രവാചകന്മാരോടാണ് ഇത് പറയുന്നത് എന്നതാ, അള്ളാന്റെ റസൂലിനോടാ പറയുന്നത്, മുഴുവൻ പ്രവാചകന്മാരോടുമാണ് പറയുന്നത്. ശിർക്ക് വന്നാൽ അള്ളാഹുവിന് ചെയ്യേണ്ട ആരാധന അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും സമർപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ അതോടുകൂടെ എല്ലാം നഷ്ടപ്പെടും, അവർ നഷ്ടക്കാരിൽ പെടുകയും ചെയ്യും. ശിർക്ക് ചെയ്താൽ കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു പോകും, അവർ നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് ശിർക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷം 66-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാ, ബൽ പക്ഷേ അള്ളാഹുവിനെ തന്നെ, അള്ളാഹുവിനെ മാത്രം ഫഅ്ബുദ്, നീ ആരാധിക്കണം. ആരാധന മുഴുവനും അള്ളാഹ്ക്ക് മാത്രമാകണം. വകുൻ, നീ ആവുകയും ചെയ്യണം, മിനശ്ശാകിരീൻ, നന്ദിയുള്ളവനിൽപ്പെട്ടവനാവുകയും ചെയ്യണം എന്ന് അല്ലാഹു തആല പറയുന്നു. അപ്പൊ ശിർക്ക് ചെയ്യാൻ പാടില്ല, ശിർക്ക് ചെയ്താൽ എല്ലാ കർമ്മങ്ങളും നഷ്ടപ്പെട്ടു പോകും, നഷ്ടക്കാരിൽ പെട്ടവനാകും എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല ഉപദേശിക്കുന്നു. പക്ഷേ നീ അള്ളാഹുവിനെ തന്നെ ആരാധിച്ചു കൊള്ളുക, എല്ലാ ആരാധനകളും അള്ളാഹിനോട് മാത്രമാവുക, നീ നന്ദി കാണിക്കുന്നവരുടെ കൂട്ടത്തിലാവുകയും ചെയ്യുക എന്നാണ് അല്ലാഹു തആല പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 65-ാമത്തെ ആയത്തും 66-ാമത്തെ ആയത്തും നമ്മുടെ ജീവിതത്തിൽ എന്നെന്നും നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ശിർക്ക് വരുന്നില്ലെന്ന് ഉറപ്പിക്കുക, നമ്മുടെ കർമ്മങ്ങളൊന്നും നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പിക്കുക. അതേപോലെ അള്ളാഹുവിനെ മാത്രം നാം ആരാധിക്കുന്നവരായി മാറുക. മിനശ്ശാകിരീൻ, നീ നന്ദി ചെയ്യുന്നവനിൽപ്പെട്ടവനാകണം എന്നാണ് അല്ലാഹു തആല പ്രവാചകന്മാരോട് പോലും പറഞ്ഞത്. അല്ലാഹു തആല നമുക്ക് ധാരാളം നിഅമത്തുകൾ വാരിക്കോരി ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. ഓരോ നിമിഷങ്ങളിലും അല്ലാഹു തആല നമുക്ക് നിഅമത്തുകൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം പോലും അള്ളാഹുവിനെ മറന്നുകൊണ്ട് അള്ളാഹുവിന്റെ നിഅമത്ത് എനിക്ക് വേണ്ടാത്ത ഒരു സെക്കൻഡ് പോലും ഉണ്ടെന്ന് പറയാൻ നമുക്ക് കഴിയില്ല, അല്ലെ? കണ്ണിന്റെ ഇമ പൂട്ടി തുറക്കുന്ന സമയം പോലും അള്ളാഹുവേ എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കല്ല എന്ന് അള്ളാന്റെ റസൂലല്ലേ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്തത്. അപ്പൊ ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിന്റെ നിഅമത്ത് എനിക്ക് വേണ്ട, അവന്റെ അനുഗ്രഹം എനിക്ക് വേണ്ട, അവന്റെ നോട്ടം എനിക്ക് വേണ്ട, അവന്റെ കാവൽ എനിക്ക് വേണ്ട, അള്ളാഹുവിന്റെ സംരക്ഷണം എനിക്ക് ആവശ്യമില്ലെന്ന് പറയാൻ പറ്റുന്ന ഒരു സെക്കൻഡുകൾ പോലും നമുക്ക് നമ്മുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് നാം ശാക്കിരീങ്ങൾ, അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾക്ക് നന്ദിയുള്ള വർഗമായി തീരുക.
നന്ദി കേട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നന്ദി ചെയ്യുന്നവരായി മാറിയാൽ ലഅസീദന്നകും, അല്ലാഹു തആല നിഅമത്തുകൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരും. നമ്മുടെ വാക്കുകൾ കൊണ്ടുള്ള നന്ദി ഉണ്ടാവണം, നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് അല്ലാഹുവിന് നന്ദിയുള്ള അടിമകളായി മാറണം. നമ്മുടെ വിശ്വാസം അത് നന്ദിയുടെ വാചകങ്ങളായി തീരണം, നന്ദിയുള്ള ഹൃദയത്തിന്റെ വാക്താക്കളായി മാറണം. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലിൽ നീര് വരുന്നത് വരെ ആരാധന സമർപ്പിച്ചപ്പോ, നിന്ന് നിസ്കരിച്ചപ്പോ ആയിഷ ഉമ്മ ചോദിക്കുന്നില്ലേ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ എല്ലാ തെറ്റുകളും അല്ലാഹ് പുറത്തു തന്നിട്ടില്ലേ, പിന്നെ എന്തിനാ അങ്ങനെ ഉറക്കൊഴിച്ചിട്ട് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നത് എന്ന ചോദ്യത്തിന് നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ള കൊടുത്ത മറുപടി, അഫല അകുന അബ്ദൻ ശകൂറ യാ ആയിഷ, ആയിഷ അല്ലാഹ്ക്ക് നന്ദി ചെയ്യുന്ന ഒരു അടിമയാകണ്ടേ എന്ന് ആരാ ചോദിക്കുന്നത്? പട്ടിണികളിലൂടെ, പരിവട്ടത്തിലൂടെ, പച്ചില പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പച്ചില പോലും ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വന്ന മഹാനായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ള ചോദിക്കുക, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എത്ര ചോദിക്കേണ്ടി വരും? നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് മാത്രം സ്വർഗത്തിൽ കടക്കാമെന്ന മോഹവും നമുക്ക് വേണ്ട. അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകണം. അള്ളാഹുവിന്റെ തിരുനോട്ടമില്ലാതെ നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല എന്നും പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാവുക, അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ആ ഒരു അടിമകളായി തീരുക. അള്ളാഹു തആല യഥാർത്ഥ ശാക്കിരീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. തുടർന്ന് 67-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, എന്തുകൊണ്ടാണ് മനുഷ്യവർഗം, മക്കയിലെ മുശ്രിക്കുകൾ എല്ലാം മനസ്സിലാക്കിയിട്ടും അള്ളാഹുവിനെ അറിഞ്ഞിട്ടും അള്ളാഹിനെ മാത്രം ആരാധിക്കാതെ അള്ളാഹു അല്ലാത്ത ആളുകളെ, അള്ളാഹു അല്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കാൻ അവർ തയ്യാറായതും അവരുടെ കർമ്മങ്ങളൊക്കെ നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും വലിയ നഷ്ടക്കാരിൽ അവർ പെടാനുള്ള കാരണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 67-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നത്. وما قدر الله حق قدره والأرض جميعا قبضته يوم القيامة والسماوات مطويات بيمينه سبحانه وتعالى عما يشركون. അല്ലാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുന്നവർ, അവർ മക്കയിലെ മുശ്രിക്കുകളാണെങ്കിലും ഇന്ന് നമ്മുടെ നാട്ടിൽ ഉള്ള ആളുകളാണെങ്കിലും അല്ലാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുവാൻ, എല്ലാം സൃഷ്ടിച്ചത് അല്ലാഹു ആണ് എന്ന് വിശ്വസിക്കുവാൻ, എല്ലാം നിയന്ത്രിക്കുന്നത് അല്ലാഹു മാത്രമാണ് എന്ന് വിശ്വസിക്കാൻ അവർക്ക് പ്രയാസം എന്തുകൊണ്ട്? ആ ചോദ്യത്തിനാണ് അല്ലാഹു തആല 67-ാമത്തെ ആയത്തിലൂടെ മറുപടി നൽകുന്നത്. മക്കയിലെ മുശ്രിക്കുകൾ ശിർക്ക് ചെയ്തവരായത് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ആളുകളും ശിർക്ക് ചെയ്യുന്നവർ ആകുന്നത് എന്തുകൊണ്ടാണ്? അതാണ് അല്ലാഹു പറയുന്നത്, വമാ ഖദറുല്ലാഹ്, അവർ അല്ലാഹുവിനെ കണക്കാക്കിയിട്ടില്ല, അല്ലാഹുവിനെ അവരൊരു വിലയും കൽപ്പിച്ചിട്ടില്ല, അല്ലാഹുവിനെ അവർ വകവെച്ചിട്ടില്ല. ഹഖ ഖദിരിഹി, അവനെ മനസ്സിലാക്കേണ്ടത് പോലെ അള്ളാഹുവിനെ മനസ്സിലാക്കിയില്ല. അള്ളാഹു എന്ന് പറയുന്നത് അത് വെറുതെ അങ്ങനെ നിൽക്കുന്ന, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് മഹാന്മാരാണ്, അമ്പിയാക്കള, ഔലിയാക്കള, ബീവിമാരാ. എന്നാൽ എല്ലാം അള്ളാഹുവിന് കഴിയും, എല്ലാം അള്ളാഹു ഒന്നും അല്ല എന്ന ഒരു വിശ്വാസം. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ, അള്ളാഹു പഠിപ്പിച്ചു തന്നതുപോലെ എല്ലാം കഴിയുന്നത് അള്ളാഹു മാത്രമാണ്, എല്ലാം കാണുന്നവൻ അള്ളാഹു മാത്രം, എല്ലാം കേൾക്കുന്നത് അള്ളാഹു മാത്രം, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് അള്ളാഹു മാത്രം, മറ്റൊരാൾക്കും മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന ആ ഒരു വിശ്വാസത്തിലേക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങൾ വന്നില്ല. മക്കയിലെ മുശ്രിക്കുകൾക്കും അതുണ്ടായില്ല. അതാണ് അള്ളാഹു പറയുന്നത്, വമാ ഖദറുല്ലാഹ ഹഖ ഖദിരിഹി, അള്ളാഹുവിന് അവന്റെ യഥാർത്ഥ നിലപാട് അഥവാ അവന്റെ മഹത്വം അവർ കൽപ്പിച്ചില്ല. അതുകൊണ്ടാണ് നമ്മുടെ നാടുകളിൽ അള്ളാഹ് എന്ന വാഴ നടക്കുന്നുണ്ടോ, അള്ളാഹുവിനെ കുറിച്ച് ചർച്ചയുണ്ടോ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നതിന് എവിടെയെങ്കിലും ഏതെങ്കിലും മജ്ലിസുകൾ നടക്കുന്നുണ്ടോ, പള്ളികളിൽ പ്രഭാഷണങ്ങളുണ്ടോ, ഖുതുബകൾ നടക്കുന്നുണ്ടോ? അള്ളാഹ് എന്ന വിഷയത്തിൽ ഇല്ല. അള്ളാഹുവിനെ കുറിച്ച് ഇനി അഥവാ അള്ളാഹിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ടോ ഹദീസുകൾ ഓതിയിട്ടോ അല്ല അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇത് മക്കയിലെ മുശ്രിക്കുകളും ഇങ്ങനെയായിരുന്നു. വമാ ഖദറുല്ലാഹ ഹഖ ഖദിരിഹി, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ, അവന് മഹത്വം കൊടുക്കേണ്ടതുപോലെ അവർ കൽപ്പിച്ചില്ല. ഇതാണ് അവർ ശിർക്ക് ചെയ്യാനുള്ള കാരണം, ശിർക്കിൽ അകപ്പെടുവാനുള്ള കാരണം എന്നാണ് അള്ളാഹു പറയുന്നത്. തുടർന്ന് والأرض جميعا قبضته يوم القيامة والسماوات مطويات بيمينه والأرض ഭൂമി ജമീഅൻ മുഴുവനും, والأرض جميعا ഭൂമി മുഴുവനും, ഖബ്ളതുഹു അവന്റെ ഒരു പിടിയിലടങ്ങിയതായിരിക്കും. ഭൂമിയെല്ലാം ഒരു പിടിയിൽ ഒതുങ്ങിയതായിരിക്കും. എപ്പോ? യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഭൂമി മുഴുവനും അവന്റെ പിടിയിൽ അടങ്ങിയതായിരിക്കും, അവന്റെ പിടിയിൽ ഒതുങ്ങിയതായിരിക്കും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതെങ്ങനെയാണ് എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യം നമുക്കില്ല, അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഏതായിരുന്നാലും അല്ലാഹു തആല പറയുന്നു, വൽ അർളു ജമീഅൻ ഖബ്ളതുഹു യൗമൽ ഖിയാമ, ഭൂമി മുഴുവനും അന്ത്യനാളിൽ അവന്റെ പിടിയിൽ അടങ്ങിയതായിരിക്കും. പിന്നെയോ വസ്സമാവാതു, ആകാശങ്ങൾ മതുവിയാതുൻ
മതുയാസന ചുരുട്ടിപ്പിടിക്കപ്പെട്ടവയായിരിക്കും ബിയമീനിഹി അവന്റെ വലങ്കയിൽ. വസ്സമാവാതു മതുവിയാതും ബിയമീനി ആകാശങ്ങളാകട്ടെ അല്ലാഹുവിന്റെ വലങ്കയിൽ ചുരുട്ടിപ്പിടിക്കപ്പെട്ടവയുമായിരിക്കും. സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. സുബ്ഹാന അല്ലാഹു ഏറ്റവും പരിശുദ്ധനാണ്, അവൻ മഹാപരിശുദ്ധനാണ്. വതആല അവൻ ഒരുപാട് ഉന്നതി പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു തആല മഹാപരിശുദ്ധനാണ്, അവൻ അത്യുന്നതി പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു. അമ്മാ യുശ്രികൂൻ അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന്, അവർ അല്ലാഹു അല്ലാത്ത ആളുകളെ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അല്ലാഹു തആല ഉന്നതി പ്രാപിക്കുകയും പരിശുദ്ധനാവുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 67ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത് വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതുൻ ബിയമീനി. ഭൂമി മുഴുവനും ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ പിടിയിലായിരിക്കും. ഭൂമി മുഴുവനും അല്ലാഹുവിന്റെ പിടിയിലായിരിക്കും. വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി ആകാശങ്ങൾ അല്ലാഹു അവന്റെ വലതു കൈയിൽ വലങ്കയിൽ ചുരുട്ടിപ്പിടിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അന്ത്യനാളിൽ ഭൂമി എങ്ങനെയാണ് അല്ലാഹുവിന്റെ പിടിയിൽ അടങ്ങുക? ആകാശങ്ങൾ എങ്ങനെയാണ് അല്ലാഹുവിന്റെ വലങ്കയിൽ ചുരുട്ടിപ്പിടിക്കപ്പെടുക? ഇതിന്റെ വ്യാഖ്യാനം എന്താണ്, എങ്ങനെയാണ് എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. അള്ളാഹുവിനെ സംബന്ധിക്കുന്ന ഇത്തരം പ്രസ്താവനകളുടെ സാക്ഷാൽ ഉദ്ദേശം അള്ളാഹുവിന് അറിയാം എന്ന് വെക്കുകയാണ് മുൻഗാമികളാകുന്ന ആളുകളൊക്കെ സ്വീകരിച്ചിട്ടുള്ള നയം. അതുകൊണ്ട് അത് അള്ളാഹുവിങ്കിലേക്ക് വിട്ടേക്കുക. ഏതായിരുന്നാൽ ഇത് അള്ളാഹ് പറഞ്ഞതാണ്, അത് അംഗീകരിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ മുഖം എന്ന് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ വലങ്കയ്യ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ ചുരുട്ടിപ്പിടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. അള്ളാഹു വിചാരിച്ചതുപോലെ അള്ളാഹു എങ്ങനെയാണോ വിചാരിച്ചത്, അള്ളാഹു എങ്ങനെയാണോ ചെയ്യുക, അത് അങ്ങനെ തന്നെ വിശ്വസിക്കുക. അതിനെ വ്യാഖ്യാനിച്ച് നമ്മൾ കുളമാക്കേണ്ടതില്ല. വ്യാഖ്യാനിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന നിലപാടാണ് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. എന്നാൽ മനുഷ്യരുമായി നമ്മൾ സാധാരണ ഒന്നിനെ ചുരുട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചുരുട്ടിപ്പിടിക്കുന്നത് പോലെ, അതല്ലെങ്കിൽ എന്താണ്, അധികാരം അവന്റെ പരിധിയിലായിരിക്കും, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ പിടിയിലായിരിക്കും എന്ന് പറഞ്ഞത് നമ്മളുമായി തുലനം ചെയ്യാനും പാടില്ല. അള്ളാഹുവിന്റെ മുഖം എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്തോട്, അള്ളാഹുവിന്റെ കൈ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിനോട്, അള്ളാഹുവിന്റെ ഇറക്കം, അള്ളാഹു തആല അർശിൽ ഉപവിഷ്ടനായി തുടങ്ങിയ വിശേഷണങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ വിശേഷണങ്ങളുമായി, നമ്മുടെ ഇരുത്തവുമായി, അതല്ലെങ്കിൽ നമ്മുടെ കൈകാലുകളുമായി, നമ്മുടെ ഇറങ്ങലുമായി ബന്ധപ്പെട്ട് അതിനെ തുലനം ചെയ്യാനും പാടില്ല. നമ്മുടെ ഇതുമായി ഒരു നിലക്കും അതിനെ വിശേഷിപ്പിക്കാനോ തുലനം ചെയ്യാനോ സാദൃശ്യപ്പെടുത്താനോ പാടില്ല. അള്ളാഹു എങ്ങനെയാണോ വിചാരിച്ചത് അങ്ങനെ തന്നെ അതിനെ വിശ്വസിക്കുകയും അത് അങ്ങനെ തന്നെ വിടുകയും ചെയ്യുക എന്നതാണ് മുൻഗാമികളുടെ നിലപാട്. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാകും. വൽ ജമീഅൻ ഖബല, ഈ ഭൂമി മുഴുവനും അള്ളാഹുവിന്റെ പിടിയിൽ ഒതുങ്ങി നിൽക്കും. ആകാശങ്ങൾ അള്ളാഹു അവന്റെ വലങ്കയിൽ ചുരുട്ടി പിടിക്കും. അത് വിശ്വസിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. എങ്ങനെയാണ് എന്ന് ചോദിക്കാനും പാടില്ല എന്ന കൃത്യമായ നിലപാട് ഈ വിഷയത്തിൽ, ആ ഒരു കൃത്യമായ അറിവ് നമുക്കുണ്ടാകണം. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്ത ആയത്ത് ونفخ في الصور فصعق من في السماوات ومن في الأرض إلا من شاء الله ثم نفخ فيه أخرى فإذا هم قيام ينظرون. ഇനി സൂറത്ത് സുമറിൽ ബാക്കിയുള്ള 68ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാനത്തിന്റെ ഘട്ടങ്ങളെയും അവിടെ ഓരോ മനുഷ്യരും അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് സ്വർഗത്തിലാണോ നരകത്തിലാണോ പ്രവേശനം ലഭ്യമാവുക തുടങ്ങിയ അതിന്റെ ഗൗരവങ്ങളെ കുറിച്ചുമൊക്കെയാണ് അല്ലാഹു തആല ഇനിയുള്ള ആയത്തുകളിൽ പറയുന്നത്. നുഫിഖ ഊതപ്പെടും, ഫിസ്സൂരി സൂർ എന്ന കാഹളത്തിൽ, സൂറിൽ ഊതപ്പെടും. ഫസ്വഇഖ അപ്പോൾ ബോധം കെട്ട് വീഴും എന്ന് പറഞ്ഞാൽ അപ്പോൾ നാശമടയും. മൻ ഫിസ് സമാവാതി ആകാശങ്ങളിലുള്ളവരും, വമൻ ഫിൽ അർളി ഭൂമിയിലുള്ളവരും. ونفخ في الصور فصعق من في السماوات ومن في الأرض കാഹളത്തിൽ ഓതപ്പെടും അപ്പോൾ ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും ഇല്ലാ മൻ ശാ അല്ലാഹ് അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ ഫസ്വഇഖ ബോധം കെട്ട് വീഴും, എല്ലാവരും നാശമടയും. ആ ഒരൊറ്റ ഊറ്റോടുകൂടെ രണ്ടാമത്തെ ഊത്തിനെ കുറിച്ച് കൂടെ അല്ലാഹു തആല പറയാം. സുമ്മ നുഫിഖ ഫീഹി പിന്നീട് കാഹളത്തിൽ ഊതപ്പെടും. ഉഖ്റാ മറ്റൊരു ഊത്തുകൂടെ ഉണ്ടാകും. ആദ്യത്തെ ഊത്തോടുകൂടെ ആകാശഭൂമികളിലുള്ളത് അള്ളാഹു ഉദ്ദേശിച്ചവർ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ബോധം കെട്ട് മരണമടയുന്നതാണ്. പിന്നീട് ഒരു ഊത്തുകൂടെയുണ്ട്. ആ ഊറ്റങ്ങ് സംഭവിച്ചു കഴിഞ്ഞ ഫഇദാഹും അപ്പോൾ അവരതാ, ആര്, ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാന നിമിഷത്തിൽ ഉണ്ടായ ആ കുഞ്ഞു വരെ എല്ലാ ആളുകളും ഫഇദാഹും അങ്ങനെ മരണമടഞ്ഞ മുഴുവൻ ആളുകളും ഖിയാം എഴുന്നേറ്റ് നിൽക്കുന്നതാണ്. യൻദുറൂൻ നോക്കിക്കൊണ്ട്, ഞാനുങ്ങളൊക്കെ അവിടെ ഉണ്ടാകും.
ലോകാവസാന സമയത്ത് എല്ലാ ജീവജാലങ്ങളും മരണമടഞ്ഞു പോകുന്ന ഒരു കാഹളത്തിൽ ഒരു ഊത്തുണ്ട്. അതാണ് ആദ്യം അള്ളാഹു പറഞ്ഞത്. പക്ഷെ അവിടെ ഇല്ലാ മൻഷ അള്ളാഹു ഉദ്ദേശിച്ചവർ ഒഴികെ എന്ന് പറഞ്ഞു. അതാരാണ് നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ അത് ചില മലക്കുകളാണെന്നും സ്വർഗ്ഗലോകത്തുള്ളവരാണെന്നും ചില വ്യാഖ്യാതാക്കൾ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അതിന് കൃത്യമായ ഉറപ്പിച്ച് തറപ്പിച്ച് പറയാൻ പറ്റാവുന്ന ഒരു തെളിവില്ല. ഏതായിരുന്നാലും അള്ളാഹു ഉദ്ദേശിച്ചവർ ഒഴികെ ആകാശഭൂമികളിലുള്ള മനുഷ്യർ മാത്രമല്ല, എല്ലാം ആ ഒരു ഊത്തോടു കൂടെ അങ്ങ് മരണപ്പെടും. എന്നാ രണ്ടാമത് മറ്റൊരു ഊത്തുണ്ട്. അത് പുനർജീവിതം നൽകുന്ന ഊത്താണ്. രണ്ടാമത്തെ ഊത്തോടുകൂടെ പുനർജീവിതം. അപ്പോൾ അവരതാ എഴുന്നേറ്റ് നോക്കുന്നവരായിരിക്കും. സൂറത്ത് യാസീനിൽ എന്ന് തുടങ്ങുന്ന ആയത്തും അതിന്റെ ശേഷമുള്ള ആയത്തുകളിലുമൊക്കെ ഈ വിഷയം വളരെ സവിസ്തരം നാം പ്രതിപാദിച്ചിട്ടുണ്ട്. ആ ആയത്ത് പഠിച്ച സമയത്ത് ഒന്നുകൂടെ അത് ഓർക്കുക. ഏതായിരുന്നാലും അന്ത്യനാളിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിച്ചത്. അവിടെ ഞാനും നിങ്ങളൊക്കെ ഉണ്ടാകും. അവിടെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തണം. തുടർന്ന് അല്ലാഹു പറയുന്നത് വഅശറകതിൽ അർളു ബിനൂരി റബ്ബിഹാ വവളിഅൽ കിതാബു വജീഅ ബിന്നബിയ്യീന വശുഹദാ വഖളിയ ബൈനഹും بالحق وهم لا يظلمون. അന്ത്യനാളിനെ കുറിച്ച്, അവസാന നാളിനെ കുറിച്ച്, ഖിയാമത്ത് നാളിനെ കുറിച്ച് അല്ലാഹു പറയാ വഅശറകതിൽ അർളു. വഅശറകത് പ്രകാശപൂരിതമാകുന്നതാണ്, പ്രശോഭിക്കുന്നതാണ്. അൽ അർളു ഭൂമി. ബിനൂരി റബ്ബിഹ അതിന്റെ റബ്ബിന്റെ പ്രകാശം കൊണ്ട്. നൂറ് പ്രകാശം, റബ്ബിഹ അതിന്റെ റബ്ബിന്റെ പ്രകാശം കൊണ്ട് ഭൂമിയെല്ലാം ശക്തമായ പ്രക്ഷോഭിക്കുന്നതാണ്. വെക്കപ്പെടുകയും ചെയ്യും. അൽ കിതാബു ഗ്രന്ഥം വെക്കപ്പെടുകയും ചെയ്യും. വജീഅ വരപ്പെടും, കൊണ്ടുവരും. ബിന്നബിയ്യീന പ്രവാചകന്മാരെ കൊണ്ടുവരികയും ചെയ്യും. വശുഹദാ സാക്ഷികളെയും കൊണ്ടുവരും അന്ത്യനാളിൽ. വഖളിയ ബൈനഹും അവരുടെ ഇടയിൽ വിധി നടത്തപ്പെടുകയും ചെയ്യും. ബിൽ ഹഖ് മുറപ്രകാരം. ഒരക്രമവും ഇല്ലാത്ത കൃത്യമായ നീതിപ്രകാരം, ന്യായപ്രകാരം അവരുടെ ഇടയിൽ വിധി പ്രഖ്യാപനം നടത്തുകയും ചെയ്യും. വഹും അവർ ലാ യുസ്ലമൂൻ അനീതി ചെയ്യപ്പെടുകയില്ല. നാളെ പരലോകത്തിന്റെ പ്രത്യേകതയാണ്. ഒരാളോടും ഒരു തരത്തിലുമുള്ള അക്രമം അവിടെ ഉണ്ടാവുകയില്ല. അവിടെ അനീതി ഉണ്ടാവുകയില്ല. അവിടെ ഒരു പക്ഷപാതം ഉണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കൊക്കെ വരാനുള്ള ഒരു അവസ്ഥയെക്കുറിച്ചാണ്, അന്ത്യനാളിലുള്ള അവസ്ഥയെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വവളിഅൽ കിതാബ് നമ്മുടെ കർമ്മരേഖ അവിടെ വെക്കപ്പെടുകയും ചെയ്യും. നമ്മുടെ ദുനിയാവിൽ ചെയ്ത എല്ലാ നന്മകളും തിന്മകളും രേഖപ്പെടുത്തപ്പെട്ട ഒരു ഗ്രന്ഥം അവിടെ കൃത്യമായി രേഖപ്പെടുത്തപ്പെടും. പിന്നെയോ പ്രവാചകന്മാരെ കൊണ്ടുവരും. അവരാണല്ലോ പ്രവാചകന്മാരാണ് സ്വർഗത്തിലേക്ക് വഴി നടത്തുവാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ, ജനങ്ങൾക്ക് ഉത്ബോധനം നൽകാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കാൻ, ശിർക്കിന്റെ ഗൗരവം പഠിപ്പിക്കാൻ അല്ലാഹു തആല പറഞ്ഞയച്ചിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠവാന്മാരാകുന്ന പ്രവാചകന്മാരെയും അതുപോലെ സാക്ഷികളെയും അവിടെ ഹാജരാക്കപ്പെടുകയും ചെയ്യും. എല്ലാം അല്ലാഹുവിനറിയാം. അവിടെ ഒരു സാക്ഷി വേണ്ടതില്ല. ഒരു സാക്ഷിയും ഇല്ലാതെ തന്നെ അല്ലാഹു പറഞ്ഞതുപോലെ വഹുവ അഅലമു ബിമാ യഫ്അലൂൻ ഓരോരുത്തരും ചെയ്ത സർവമാന കാര്യങ്ങളും കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയാം. ഏറ്റവും വലിയ ന്യായാധിപനായ റഹ്മാനായ റബ്ബിന് അവിടെ രേഖാഗ്രന്ഥങ്ങൾ ഹാജരാക്കപ്പെടുത്തപ്പെടേണ്ടതില്ല. അവിടെ പ്രവാചകന്മാരെയും സാക്ഷികളെയും കൊണ്ടുവരേണ്ടതില്ല. ഒന്നുമില്ലാതെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മം അറിയുന്നവനാണ് റഹ്മാനായ റബ്ബ്. ഒരു ഹർക്കത്ത് പോലും അള്ളാഹുവിന്റെ അറിവിലില്ലാതെ ചെയ്യാൻ നമുക്ക് കഴിയില്ല. എല്ലാ കവാടങ്ങളും അടക്കപ്പെട്ടാലും ബാബു സമാ ആകാശ കവാടങ്ങളെ, റഹ്മാനായ റബ്ബിന്റെ കവാടത്തെ കൊട്ടിയടക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. എല്ലാം അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാം അള്ളാഹുവിന് അറിയാമെങ്കിലും സാക്ഷികളെ അവിടെ വിസ്തരിക്കാതെ കൊണ്ടുവരാതെ അതിനെ വിചാരണ നടത്താൻ അള്ളാഹുവിന് കഴിയുമെങ്കിലും ഓരോരുത്തരെയും സംബന്ധിക്കുന്ന വിഷയങ്ങൾ വളരെ കൃത്യമായ തെളിവുകളും കൃത്യമായ സാക്ഷികളും മുഖേന സ്ഥാപിച്ച് ഓരോരുത്തരെയും കൃത്യമായി ഇത് നീ ചെയ്തതല്ലേ, ഇത് നീ കണ്ടതല്ലേ, ഇന്നതിന് നീ പോയിട്ടില്ലേ, എല്ലാം അവരെ കൃത്യമായി സാക്ഷികൾ മുഖേന അവന്റെ കർമ്മരേഖകൾ മുമ്പിൽ വെച്ചുകൊണ്ട് രേഖപ്പെടുത്തി ബോധ്യപ്പെടുത്തി അണുമണി തൂക്കം അനീതിയോ അഴിമതിയോ ഇല്ലാതെ ശരിയായി വിധി നടത്തി തീരുമാനമെടുക്കുന്ന ഒരു ദിവസമാണത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിൽ പറയുന്നത്. വവഫിയതു കുല്ലു നഫ്സിൻ മാ അമിലത് ഓരോരുത്തരും എന്താണോ ചെയ്തത് ആ ചെയ്തത് നാളെ പരലോകത്ത് നിന്ന് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ,
കാലിസഞ്ചിയുമായി വന്നവരാ നമ്മൾ, കാലിസഞ്ചിയുമായി വന്നവരാണ്. ആ സഞ്ചി നിറസഞ്ചിയുമായി റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയണം. പരിശുദ്ധ റമളാനാ വരുന്നത്. ആ റമളാൻ നമ്മുടെ ആ കാലിസഞ്ചിയ ഇബാദത്തുകൾ കൊണ്ട് നിറനിറക്കുവാൻ അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്ക്, അവന്റെ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുവാൻ പരിശുദ്ധമായ റമളാനിന്റെ സെക്കൻഡുകളെ, മിനിറ്റുകളെ, ദിവസങ്ങളെ ഒന്നും നഷ്ടപ്പെടുത്താതെ ഉപയോഗപ്പെടുത്തണേ എന്ന് പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ. നമ്മൾ ചെയ്താലേ നമുക്കുണ്ടാവുകയുള്ളൂ. മറ്റേതാരും നമ്മുടെ മക്കളുടേതോ നമ്മുടെ നേതാക്കന്മാരുടേതോ നമ്മുടെ പ്രിയപ്പെട്ടവരുടേതോ ആയ ഒരു സൽക്കർമ്മങ്ങളും ഒരാളും പ്രിയപ്പെട്ടവരെ പരലോകത്ത് നിന്ന് നമുക്ക് ഓശാരമായി തരൂല. അവിടെ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്യുക. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, നിങ്ങളിൽ ഒരാളും തന്നെ റഹ്മാനായ റബ്ബിനോട് അവന്റെ റബ്ബ് സംസാരിക്കാതിരിക്കുകയില്ല. അവന്റെയും തന്റെയും ഇടയ്ക്ക് ഒരു അഭിഭാഷകനാകട്ടെ, ഒരു മറയാകട്ടെ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ഒരു മറയുമില്ലാതെ, ഇടയ്ക്ക് ഒരാളില്ലാതെ നേർക്ക് നേർ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് സംസാരിക്കുന്ന ഒരു ദിവസം എനിക്കും നിങ്ങൾക്കുമൊക്കെ വരാനുണ്ട്. അള്ളാന്റെ റസൂല് പറയും, ആരുണ്ടാവില്ല, ഒരു മറയുണ്ടാകില്ല. അവൻ വലത്തോട്ട് നോക്കും, താൻ മുൻ ചെയ്തു വെച്ച കർമ്മങ്ങളല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല അവന്റെ വലതുഭാഗത്ത്. അവൻ ഇടത്തോട്ട് നോക്കുമ്പോൾ അവിടെയും അവൻ ചെയ്തത് മാത്രമേ ഉണ്ടാകൂ. അവന്റെ മുമ്പിലേക്ക് നോക്കുമ്പോൾ അവിടെയും അവൻ ചെയ്ത അവന്റെ നന്മകളും തിന്മകളുമായിരിക്കുന്ന കർമ്മങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. അള്ളാന്റെ റസൂല് തുടർന്ന് പറയുന്നുണ്ട്, അവന്റെ മുഖത്തിന് നേരെ നരകമല്ലാതെ ഒന്നും കാണുകയില്ല. നരകത്തിന് നേർക്ക് നേരങ്ങൾക്ക് കാണുന്ന ആ ഒരു ദിവസം പ്രിയപ്പെട്ടവരെ എനിക്ക് വരാനുണ്ട്, നിങ്ങൾക്ക് വരാനുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആ ഹദീസിന്റെ അവസാനം പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ നരകത്തിനെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. ഒരു കാരക്ക കീറ് ധർമ്മം ചെയ്തുകൊണ്ടെങ്കിലും നരകത്തെ കാക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതെല്ലാം കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുമോ, എങ്ങനെയെല്ലാം നന്മകൾ വാരിക്കൂട്ടാൻ കഴിയുമോ, അങ്ങനെയൊക്കെ പരിശുദ്ധമായിരിക്കുന്ന റമളാനിലും അല്ലാത്തപ്പോഴും കർമ്മങ്ങൾ വാരിക്കൂട്ടി വിജയിക്കുന്ന കക്ഷികളിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ സ്വർഗ്ഗം വുജൂബാകുന്ന വിശ്വാസികളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. നരകം ഹറാമാക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ പൂർണ്ണമായ അർത്ഥത്തിൽ നല്ല ഈമാനോടുകൂടെ, ഇഹ്തിസാബോടുകൂടെ പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കുവാനും ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുവാനും അള്ളാഹു തആല നമുക്ക് ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിച്ചു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.